ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് കാണിച്ചിട്ടുണ്ടായില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നും ഇതിന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ല ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത ആപ്പിൾ ഡ്രിങ്കാണ്. നമ്മൾ പണ്ട് കല്യാണം വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ലേ നല്ല ടേസ്റ്റുള്ള, പക്ഷേ ഇതിന് ഐസ്ക്രീം ഒന്നും ആവശ്യമില്ല. അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു 1/4 കപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളക്കാൻ വേണ്ടി വെച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും അത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും. അതുമാത്രമല്ല പെട്ടെന്ന് അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അതൊന്ന് വെന്ത് കുറുകി വരൂലേ. കുറുകിയാൽ മാത്രം പോരാ, ഒരു 2-3 മിനിറ്റും കൂടി കുറുകി കഴിഞ്ഞാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ആ ഒരു കോൺഫ്ലവറിൻ്റെ അതൊക്കെ ഒന്ന് വെന്തിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഇതൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലോട്ട് മാറ്റി കൊടുക്കാം. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ആ ഒരു ടൈമിൽ ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടും അതുപോലെ കുറച്ച് കസ്കസൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇനി അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു 1/2 കപ്പോളം പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ, അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിസ്തൻ്റെ എസൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ആക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. വളരെ കൂടുതൽ അങ്ങനെ ഓവറായിട്ട് ചേർക്കേണ്ട, അപ്പോൾ ടേസ്റ്റ് ഒരു മാറ്റം വരും. അപ്പോൾ അത്ര വേണ്ട. ഞാൻ ഈ ഒരു 1/2 ലിറ്റർ പാലിന് ഒരു 6-7-8 തുള്ളി ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് കൊണ്ട് മാത്രം ചേർത്തു എന്നേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ തന്നെ കസ്കസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു വലിയ ആപ്പിളും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അനാർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്തത് മാത്രമേ ഉള്ളൂ. അത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കസ്കസും ആപ്പിളും മാത്രം മതി ഈ ഒരു ഡ്രിങ്കിന്. അതാണ് നല്ല ടേസ്റ്റ്. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പം ടേസ്റ്റൊക്കെ മാറുന്നുണ്ട്. അപ്പം മാങ്ങയും അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ആപ്പിളും കസ്കസും മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഐസ് ക്യൂബും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. കുറേ എത്ര ഗസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ച് പാല് കൂടുതൽ വേണമെന്നേ ഉള്ളൂ. വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.